പിൻഡോറോബി അനലിറ്റിക്കൽ ടാരോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കാരണമില്ലാതെ എപ്പോഴും മനസ്സ് അസ്വസ്ഥമായി കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെയൊരു അസ്വസ്ഥത നിറഞ്ഞ അനുഭവം, മനസ്സിന് സമാധാനക്കുറവ്, കാരണം എന്തെന്നറിയാതെ നിങ്ങളിലേക്ക് ബാധിക്കപ്പെടുന്നത്? നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ആ കറുത്ത ശക്തി ഏതാണ് എന്നാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഓക്കെ, അതിനായിട്ട് നമ്മൾ ഇൻറ്റ്യൂട്ടീവ്ലി കാർഡ്സ് പിക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ എന്ത് നിർദ്ദേശമാണ് കാളിയമ്മ നൽകുന്നത് എന്ന് നോക്കാം. ഈ 2 കാർഡുകൾ വന്നിട്ടുണ്ട്, അത് നമ്മൾ എടുക്കണം. ഇത് നമുക്ക് അവസാനം കൺഫർമേഷനായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന ടാരോ എനർജി എന്താണെന്ന് നോക്കാം. Ace of Wands, 4 of Wands, Strength, 9 of Cups, Hierophant, Death card, Chariot. മേജർ അർക്കാന കാർഡ്സ്, പ്രധാനപ്പെട്ട കാർഡ്സൊക്കെ തന്നെ വന്നിട്ടുണ്ടല്ലോ. പേജ് ഓഫ് കപ്സ്, ഹാൻഡ്മാൻ, അഗെയിൻ ഒരു മേജർ അർക്കാന, 4 of Cups, 8 of Cups and 3 of Cups. കപ്സ് എനർജിയും വൈകാരികമായിട്ടുള്ള എനർജി, അതുപോലെ തന്നെ മേജർ ആർക്കാന എന്നിവയാണ് നമുക്ക് റീഡിങ്ങിൻ്റെ ഒരു എൻഡിലേക്ക് റീഡിങ് പ്രോഗ്രസ് ചെയ്യുന്ന കാർഡിൻ്റെ സ്പ്രെഡിൻ്റെ ഒരു പ്രോഗ്രഷനിൽ കാണുന്നത്. സ്റ്റാർട്ടിങ് നമുക്ക് വാൺസ് കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്ന, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു കാരണവുമില്ലാതെ മനസ്സിൽ അങ്ങേയറ്റം അസ്വസ്ഥത തോന്നാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഒരു ഭാരം എന്താണ്? നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ആ ശൂന്യത, ആരോ നമ്മളെ പിന്നിൽ നിന്ന് വലിക്കുന്നത് പോലെയുള്ള ഒരു ഫീല്, എന്താണ് എനിക്ക് പറ്റിയത് എന്ന ഒരു ചോദ്യം ഇങ്ങനെ മനസ്സിലുണ്ട്, പക്ഷേ ഒരു ഉത്തരമില്ലാത്ത അവസ്ഥ. യഥാർത്ഥത്തിൽ അതിന് പിന്നിൽ നമ്മൾ തിരിച്ചറിയാത്ത ചില സാഹചര്യങ്ങളോ എനർജി ബ്ലോക്കുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ സ്വാധീനമോ ചിലപ്പോൾ ഉണ്ടാകാം. അതെന്താണെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ സ്പ്രെഡിലൂടെ നമ്മൾ ശ്രമിക്കുന്നത്. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് ലഭിച്ചിരിക്കുന്നത് ഏസ് ഓഫ് വാൺസ് ആണ്. ഇതിൽ പ്രകാശമുള്ള ഒരു കല്ലുകൾ പതിപ്പിച്ച ഒരു ദണ്ട് അല്ലേ, പ്രകാശമുള്ളൊരു ദണ്ട്, അതിൽ നിന്നുള്ള ഒരു ജ്വാല, ഒരു ഷൈനിങ് ആയിട്ട് ഒരു കല്ല്, ഒരു രത്നം പോലെ എന്തോ ഒന്ന് അതിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. ഇത് പുതിയ തുടക്കങ്ങളുടെയും സർഗാത്മകതയുടെയും പ്രതീകമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ എനർജി ബ്ലോക്ക് വന്നിട്ടുണ്ട്. അതായത് പുതിയതായിട്ട്, കുറേ കാലമായിട്ടുള്ളതൊന്നും ആയിരിക്കണമെന്നില്ല, പുതിയ എന്തോ ഒരു കാര്യം ചെയ്യാൻ, അത് ബിസിനസ് ആകാം, ജോലി ആകാം, അല്ലെങ്കിൽ ഒരു പുതിയ ശീലമാകാം. നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പരാജയപ്പെടുമോ അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ളൊരു ഭയം കാരണം നിങ്ങളത് തുടങ്ങാതെ ഉള്ളിൽ അമർത്തി വെച്ചിരിക്കുകയാണ്. അത് ആരെങ്കിലും നിങ്ങളെ തടയുന്നതായിട്ടല്ല ഇവിടെ ഫീൽ ചെയ്യുന്നത്, നിങ്ങളുടെ സ്വന്തം സംശയങ്ങൾ തന്നെ ആകാം അതിന് കാരണമെന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അതിന് കാരണം നിങ്ങളുടെ വീടുമായിട്ടോ അല്ലെങ്കിൽ കുടുംബവുമായിട്ടോ ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സാഹചര്യങ്ങളാകാം നിങ്ങളുടെ ആ ഒരു എനർജിയെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നതിന് കാരണം എന്നുള്ളതാണ്. നിങ്ങളുടെ വീട്ടിൽ എല്ലാം ശാന്തമാണെന്ന് പുറമേക്ക് തോന്നാമെങ്കിലും ഉള്ളിൽ എപ്പോഴും ഉണ്ടായ ഒരു അരക്ഷിതാവസ്ഥ നിങ്ങളെ വേട്ടയാടുന്നുണ്ട്. നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലെ എനർജി അത്ര നല്ലതല്ല എന്നുള്ളതാണ്. കുടുംബത്തിലെ ആരുടെയെങ്കിലും വാക്കുകളോ അല്ലെങ്കിൽ പ്രവൃത്തികളോ നിങ്ങൾ
നിങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങളോ കാരണം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു സന്തോഷം എന്നുള്ളത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാമെന്നൊരു ഭയം നിങ്ങളുടെ മനസ്സിലുണ്ട്. ഒരു ഹാപ്പിനെസ് ഉണ്ടായാൽ അപ്പോൾ തന്നെ പേടിയാണ്, ഇത് എത്ര നേരം നിലനിൽക്കും എന്നുള്ള ഒരു ഭയം അത് നിങ്ങളുടെ മനസ്സിലുണ്ട്. ഒരു സുരക്ഷിതത്വം ഇല്ലായ്മയാണ് നിങ്ങളുടെ സമാധാനം കെടുത്തുന്നത്. അത് ആ വീടിനുള്ളിൽ തന്നെയാണ്. നിങ്ങളുടെ സ്വന്തം, നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ നിന്ന് വരുന്ന ഒരു എനർജിയാണ് നിങ്ങളെ ഇൻസെക്യൂർ ആക്കുന്നതും അതുവഴി പുതിയ കാര്യങ്ങളിലേക്ക് ഒരു ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങളുടെ ഉള്ളിൽ തിളങ്ങുന്ന ആ ജ്വാലയെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നതിനും നിങ്ങൾക്ക് മനസ്സിൽ അനുഭവപ്പെടുന്ന, കാരണമില്ലാതെ അനുഭവപ്പെടുന്ന ആകുലതയ്ക്ക് പിന്നിലുള്ള യഥാർത്ഥ കാര്യവും എന്നാണ്, അല്ലെങ്കിൽ ആ കാരണം നിങ്ങളുടെ വീടിനുള്ളിൽ തന്നെയാണ് എന്നുള്ളതാണ് ഇവിടുന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു സൂചന. അടുത്തത് നമുക്ക് ലഭിച്ചിരിക്കുന്ന മേജർ ആർക്കാന കാർഡാണ് സ്ട്രെങ്ത്. ഇത് ഒരു സിംഹത്തെ വളരെ സൗമ്യമായി മെരുക്കുന്ന ഒരു സ്ത്രീയാണ് ഇതിൽ കാണുന്നത്. ഇത് ശാരീരികമായ ശക്തിയല്ല, മനസ്സിന്റെ ശക്തിയെയും ക്ഷമയെയുമാണ് ഇതിൽ കാണിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു വൈകാരിക സംഘർഷം നടക്കുന്നുണ്ട് എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ ദേഷ്യം, സങ്കടം അല്ലെങ്കിൽ ആർക്കെങ്കിലും എതിരെയുള്ള പ്രതികാര ചിന്തകൾ എന്നിവയെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഊർജം ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. ഒരു ഫിസിക്കൽ അബ്യൂസ് നടക്കുന്നതായിരിക്കണമെന്നില്ല നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് തടസ്സം അനുഭവപ്പെടുന്നത്, അതിന് കാരണമാകുന്നത്. എല്ലാം ഉണ്ടായിട്ടും അനുഭവപ്പെടുന്ന ഒരു ശൂന്യത, അതാണ് ഈ 9 ഓഫ് കപ്സ്. 9 ഓഫ് കപ്സ് സാധാരണ ടാരോ കാർഡിൽ ആഗ്രഹങ്ങൾ സഫലമാകുന്ന ഒരു കാർഡ് എന്നാണ് ഇതിന് പറയുന്നത്. അതായത് വിഷ് ഫുൾഫിൽമെന്റ് കാർഡ് എന്നാണ് പറയുന്നത്. 9 കപ്പുകൾക്ക് മുന്നിൽ തൃപ്തിയോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിൽ കാണുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്ന അസ്വസ്ഥതയുടെ ഒരു കാരണമായിട്ട് ഇത് വരുമ്പോൾ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഭൗതികമായി വലിയ കുറവുകൾ ഒന്നും കാണില്ല. എല്ലാവരും നോക്കുമ്പോൾ നല്ല ഭക്ഷണമോ എന്തും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എന്തും ഉണ്ടാവാം, അല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങൾ ഉണ്ടാവാം, നല്ല ഒരു സൗകര്യം ഉണ്ടാവാം. എല്ലാം ഉണ്ടായിട്ടും എന്തോ ഒരു കുറവ് എന്നൊരു തോന്നൽ, എനിക്ക് എന്തോ ഒരു കുറവുണ്ട് എന്നൊരു തോന്നൽ, ജീവിതത്തിൽ എന്നൊരു കുറവുണ്ടെന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ആത്മാവ് ഭൗതിക നേട്ടങ്ങൾക്കപ്പുറം മറ്റെന്തോ ആഗ്രഹിക്കുന്നു എന്നതാണ് ഇത് പറയുന്നത്. ഒരുപക്ഷെ നല്ലൊരു ആത്മീയ കണക്ഷൻ അല്ലെങ്കിൽ യഥാർത്ഥ സമാധാനമാകാം, മനസ്സമാധാനമാകാം. അതില്ലാത്തതാണ്, അതിൻ്റെ ശൂന്യതയാണ് ഈ അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്നത്. ഹയർഫന്റ് പറയുന്നത്, ഇത് ഈ പറഞ്ഞതുപോലെ മേജർ ആർക്കാന കാർഡാണ്. നിയമങ്ങൾ, പാരമ്പര്യം, സാമ്പ്രദായികമായ ആചാരങ്ങൾ എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നതാണിത്. സിംഹാസനത്തിലിരിക്കുന്ന ഒരു ആത്മീയ ഗുരുവിനെയാണ് ഇതിൽ നമ്മൾ കാണുന്നത്. ഇവിടെ നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് സാമൂഹികമായിട്ടുള്ള സമ്മർദ്ദമാണ്. കുടുംബത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ നിയമങ്ങൾക്കനുസരിച്ച് മാത്രം ജീവിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകുന്നു. നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നത് നിങ്ങളുടെ സ്വതന്ത്രമായ ചിന്തകളെ തടസ്സപ്പെടുത്തുന്നു. അതാണ് നിങ്ങളുടെ എനർജി ബ്ലോക്ക് കാരണമാകുന്ന ഫാക്ടർ. മറ്റുള്ളവരുടെ പ്രതീക്ഷകളുടെ ഭാരം ചുമക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകുന്നത്. ഇനി അവരുടെ പ്രതീക്ഷകളല്ലെങ്കിൽ തന്നെയും ഒരു ചട്ടക്കൂടിനുള്ളിൽ നിങ്ങളെ തളച്ചിടാൻ, നമ്മളിവിടെ 4 ഓഫ് വൺസിൽ ഒരു ഫാമിലിയാണ് കണ്ടത്. അപ്പോൾ ഫാമിലി നിങ്ങളെ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ തന്നെ തളച്ചിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ വീർപ്പുമുട്ടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ആ കുടുംബത്തിൽ അനുഭവപ്പെടുന്നുണ്ടാകാം. എല്ലാ സൗഭാഗ്യങ്ങളും ചിലപ്പോൾ സൗകര്യങ്ങളും നിങ്ങൾക്കുണ്ടാവുമെങ്കിലും നിങ്ങൾക്ക് മനസ്സിന് തൃപ്തി ഒരു സാധാരണ ഒരാൾ കാണുന്ന ഒരിതിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം പൂർത്തീകരണം നടക്കുന്നത് പോലെയാണ് ആ ഒരു ഫാമിലിയിലേക്ക് ചിലപ്പോൾ നിങ്ങൾ ജീവിക്കുന്നതോ വിവാഹം കഴിഞ്ഞ് ചെല്ലുന്നതോ ആയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, ഒരു പുറമേ നിന്ന് ഒരാൾ കാണുമ്പോൾ അയാൾക്കെല്ലാം കിട്ടി, അയാളെല്ലാം നേടി എന്നാണ് തോന്നുന്നത്. പക്ഷെ ആ ഒരു വീട്ടിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു വീട് എന്നൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ ഒരുപാട് മാനസിക സംഘർഷത്തിലൂടെ എല്ലാം ഒരു അടിച്ചമർത്തലിൻ്റെ ഉള്ളിലൂടെ, നിയമത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ വീർപ്പുമുട്ടിയിരിക്കുന്ന, എന്നാൽ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് അവിടെ കഴിയേണ്ടി വരുന്നു, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എന്ന് തോന്നുന്നു. ഇവിടെ ഡെത്ത് കാർഡ് വന്നിരിക്കുന്നത് ഫിസിക്കൽ ഡെത്തിനെ അല്ല പറയുന്നത്. ഡെത്ത് എപ്പോഴും ഇവിടെ ഡെത്ത് കാർഡ് പറയുന്നത്
ഒരു കാലഘട്ടത്തിൻ്റെ അവസാനവും ഒരു പുതിയ മാറ്റവും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഇപ്പോൾ അനിവാര്യമായിട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ ആ മാറ്റങ്ങളെ സ്വീകരിക്കാൻ നിങ്ങൾ മടിക്കുന്നു. പഴയ ചില ഓർമ്മകൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ചില ബന്ധങ്ങൾക്കോ അല്ലെങ്കിൽ പഴയ സാഹചര്യങ്ങൾക്കോ ഇപ്പോഴും നിങ്ങളൊരു പ്രാധാന്യം കൊടുത്ത് മുറുകെ പിടിച്ചിരിക്കുകയാണ്. അതായത് ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ളൊരു ഭയം. പക്ഷേ അവിടെ നിന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് തൊഴിൽ മേഖല കണ്ടെത്തി പോകുന്നതാകാം, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് സാഹചര്യത്തിൽ നിന്ന് ഏറിയ പങ്കും ഒന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു ഒരു ആശയം ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. പക്ഷേ നിങ്ങൾക്കത് അതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കാനായിട്ട് ഭയമുണ്ട്. ആ ഭയം കാരണം നിങ്ങൾ ഇരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരേണ്ട ഒരു ആവശ്യം അത് നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അത് ഉണ്ടാവും എന്നുള്ളതാണ്. ഡെത്ത് എന്ന് പറയുന്നത് ബെർത്ത് എന്ന് പറയുന്നതുമെല്ലാം നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നതല്ല. അത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു മാറ്റമാണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ എന്തായാലും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് അതിന് തയ്യാറാവുക. പഴയത് അവസാനിച്ചാലേ പുതിയ നല്ല കാര്യങ്ങൾ വരും. മാറ്റങ്ങളെ ഭയപ്പെടുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിൽ ഇത്ര വലിയ ഭീതി അനുഭവപ്പെടുന്നത്. നിങ്ങൾക്ക് അറിയാം ഒരു മാറ്റം വരേണ്ടി വരും, നിങ്ങളിങ്ങനെ ചെയ്താൽ ഒരു മാറ്റം വരും, അതിന് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ നിങ്ങളെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണത്. ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ചാരിയറ്റ് കാർഡ് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഭയത്തെ, അസ്വസ്ഥതയൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അതായത് ഇവിടെ ഒരു സ്ത്രീ 2 കുതിരകളെയാണ് അവർ ആ രഥത്തിൽ പൂട്ടിയിരിക്കുന്നത്. അതിന് രണ്ടിനെയും നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് അവർ പാടുപെടുകയാണ്. നിയന്ത്രണത്തിലുണ്ട്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്ന് പക്ഷെ നിങ്ങൾക്ക് തോന്നുകയാണ്. നിങ്ങൾ 2 വിപരീത ദിശകളിൽ ഓടുന്ന ഈ കുതിരകളെ, നിങ്ങളുടെ ചിന്തകളെ, വിപരീതമായ 2 ചിന്തകളെ ഒന്നിച്ചു കൊണ്ടുവന്ന് ഒരു ഡയറക്ഷനിൽ കൊണ്ടുപോകാൻ വേണ്ടി നോക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയാണത്. നിങ്ങളുടെ മനസ്സിൽ 2 വിപരീതമായ ചിന്തകൾ തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അതായത് മനസ്സൊന്ന് പറയുന്നു, തലച്ചോറൊന്ന് മറ്റൊന്ന് പറയുന്നു എന്നുള്ള ഒരു അവസ്ഥ. ഏത് വഴിക്ക് പോകണമെന്നറിയാതെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ ഭയപ്പെടുന്നു. അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിൽ എത്തിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ നിങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത്. ഈ ആശയക്കുഴപ്പവും നിയന്ത്രണമില്ലായ്മയുമാണ് നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. എന്താണ് നിങ്ങളുടെ ഭയം? നമുക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കാർഡ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളുടെ എനർജി ബ്ലോക്ക് നിങ്ങൾ തന്നെ സൃഷ്ടിക്കുന്ന ഭയമാണ്. ഒരു മാറ്റമുണ്ടാകുന്ന കാര്യത്തിൽ നിന്ന് നിങ്ങൾക്കൊരു ഭയമാണെന്ന് പറയുന്നു. അതങ്ങനെയാണോ? നിങ്ങൾ തന്നെ സൃഷ്ടിക്കുന്ന എനർജി ബ്ലോക്കാണോ? കാരണം 7 ഓഫ് സോർഡ്സ്, Ace of Pentacles, Queen of Wands. ഇപ്പം നമ്മൾ ഈ 7 കാർഡ് ഓൾറെഡി നോക്കിയതിൽ നിന്നും നമുക്ക് പുറമേ നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ കാര്യങ്ങളെ, നിങ്ങളെ ഉപദ്രവിക്കുന്നത് കൊണ്ട് അല്ല, ഡയറക്റ്റ്ലി നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ആകുലത, എന്താണെന്നറിയാത്തൊരു അസ്വസ്ഥത, ഒരു ഭാരം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അതല്ല കാരണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവാൻ ചുറ്റിനും അതുണ്ടെന്ന് ഇവിടെ കണ്ടിരുന്നു. വീട്ടിലെ ചില കടുത്ത നിയമങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. നമുക്കൊരു ക്ലാരിഫിക്കേഷൻ എടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പുറമേ നിന്ന് ആരുമല്ലെങ്കിൽ പിന്നെ എന്ത് കാരണമാണ് അങ്ങനെ ഒരു കടുത്ത ഭയം നിങ്ങളിലേക്ക് ഇങ്ങനെ വരുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സംശയിക്കുന്നത്? ചില നിയമങ്ങളുണ്ട്, വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്, മാനസിക സംഘർഷം അനുഭവപ്പെടുന്നുണ്ട്. ഇനി ഇതൊക്കെ ആരെങ്കിലും ശരിക്ക് ഒരു വ്യക്തി നിന്ന് ചെയ്യുന്നതല്ലെങ്കിലും ഈ മാനസികമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് ആരുടെയെങ്കിലും നിങ്ങൾക്ക് നേരെ ഒരു ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ ഒരു ദുഷ്ടശക്തികളുടെ എനർജി ബ്ലോക്കോ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം അവിടെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൂടി നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് പോകേണ്ടതുണ്ട്. എന്നിട്ടാണ് ഇനി അതൊന്നും അല്ലെങ്കിൽ നമ്മളിലേക്ക് വന്ന് നമ്മുടെ കാര്യങ്ങൾ, ചിന്തകൾ കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക്
ആദ്യം ലഭിച്ചിരിക്കുന്ന കാർഡ് 7 ഓഫ് സോഡ്സ് ആണ്. 7 ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞാൽ ചതിയുടെയും അവിശ്വാസത്തിൻ്റെയും ഓർമ്മകളാണിത്. ഈ കാർഡ് കാണിക്കുന്നത് പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായ ചില അനുഭവങ്ങളാണ്. നിങ്ങളെ ആരോ പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് വിശ്വസിച്ച വ്യക്തികളിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ ഉണ്ടായ ചതി, അല്ലെങ്കിൽ അവർ വഴി നിങ്ങൾക്ക് അനുഭവപ്പെട്ട നഷ്ടം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് മാജിക് അല്ല പ്രശ്നം. ഇനി ആരെയും വിശ്വസിച്ചാൽ വീണ്ടും ചതിക്കപ്പെടും. ആരെയും വിശ്വസിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു ഭയം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുണ്ട്. അതിന് കാരണം നിങ്ങളെ ചതിച്ച വ്യക്തികളാണ് അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളാണ്. ഇതാണ് ഈ ഭയം, ഈ ചിന്ത, അല്ലെങ്കിൽ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞു പോയ ആ ഒരു വിഷമമാണ് നിങ്ങളെ മുന്നിലേക്ക് പോകുന്നതിനെ തടസ്സപ്പെടുത്തുന്ന എനർജിയായിട്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നതെന്നാണ് ഈ കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്തത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് പുതിയ അവസരങ്ങളെ നിങ്ങൾക്ക് ഭയമാണെന്നുള്ളതാണ്. ഈ കാർഡ് നമ്മളോട് പറയുന്നത് യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് വെച്ച് നീട്ടുന്ന പുതിയ അവസരങ്ങളെയാണ്. നിങ്ങളുടെ മുന്നിൽ പുതിയ വഴികൾ തുറക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളുടെ മനസ്സ് അറിയാതെ തന്നെ നിങ്ങളോട് പറയുന്നത് വേണ്ട, റിസ്ക് ഒന്നും എടുക്കണ്ട, വീണ്ടും പരാജയപ്പെടാനും ഇങ്ങനെ വിഷമിക്കാനും വേണ്ടി ഞാൻ ഇനി ഒന്നിലേക്കും നീങ്ങണ്ട എന്ന് നിങ്ങളോട് നിങ്ങളുടെ മനസ്സ് പറയുകയാണ്. ഈ ചിന്ത നിങ്ങളുടെ സാമ്പത്തികവും വ്യക്തിപരവുമായ വളർച്ചയെ തടഞ്ഞു നിർത്തുന്നുണ്ട്. ഇതെന്തായാലും ഒരു എനർജി ബ്ലോക്ക് തന്നെയാണ്. പക്ഷെ അത് പുറത്തുനിന്ന് വരുന്നതല്ല. നിങ്ങളുടെ പഴയ പരാജയ ഭീതിയിൽ നിന്നും, നിങ്ങൾ നേരിട്ട പഴയ വഞ്ചനകളിൽ നിന്നും, ചതിയിൽ നിന്നും, ആഴത്തിൽ നിങ്ങളുടെ മനസ്സിനേറ്റ മുറിവിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റാണ്. ക്യൂൻ ഓഫ് വാൺസ് നിങ്ങൾക്ക് നല്ല കഴിവുള്ള, ഭയങ്കര കഴിവുള്ള, ആളുകളെ നയിക്കാൻ ശേഷിയുള്ള ഊർജ്ജസ്വലമായ ഒരു വ്യക്തിയാണ് നിങ്ങളെന്നാണ് പറയുന്നത്. അത്രയും കഴിവ് നിങ്ങൾക്കുണ്ടെന്നാണ്. നല്ല ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. ക്യൂൻ ഓഫ് വാൺസ് എന്ന് പറഞ്ഞാൽ ഒരു ധൈര്യത്തിൻ്റെ, ധീരതയുടെ പ്രതീകമാണ്. പക്ഷെ നിങ്ങളുടെ മനസ്സിൻ്റെ ഇപ്പോഴത്തെ അസ്വസ്ഥത അത് നിങ്ങളുടെ ആ ജന്മസിദ്ധമായ കഴിവിനെ, ഇന്നർ ഫയറിനെ പ്രതിഫലിപ്പിക്കാനായിട്ട് നിങ്ങളെ തടയുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഒരു സിംഹം ഇരിക്കുന്നിടത്ത് ധീരമായി മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇവിടെ സിംഹത്തെ കീഴടക്കി മടിയിലിരുത്തി നിങ്ങളവിടെ ഇരിക്കുന്നുണ്ട്, അപ്പോഴും തോറ്റു കൊടുക്കാൻ തയ്യാറാവാതെ. പക്ഷേ ഇന്നർ കോൺഫ്ലിക്റ്റുകൾക്കിടയിലാണ് നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ എനർജി പുറമേയും അകമേയും കരുത്തുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ എന്ത് ചതിയും ആയിക്കോട്ടെ, ചെറുതോ വലുതോ ആയിക്കോട്ടെ, ആ ചതികൾ അല്ലെങ്കിൽ ആ ചതിയന്മാരുടെ പ്രവർത്തനത്തിൻ്റെ റിസൾട്ടായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും നഷ്ടങ്ങൾ വരാൻ നിങ്ങളൊരു കാരണമാവരുത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അതാണ് നമ്മളിത് തിരിച്ചറിയുമ്പോൾ, നമ്മൾ വേറെ ആരെങ്കിലും ഉപദ്രവിക്കുന്നതോ എന്താണ് എനിക്കിങ്ങനെ അനുഭവപ്പെടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതിൻ്റെ കാരണം മനസ്സിലാക്കുമ്പോൾ, അകാരണമായ ഭയം, അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവിനോടുള്ള അവിശ്വാസം ആണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു എനർജി ബ്ലോക്കായിട്ട് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നതെന്നാണ്. അങ്ങനെ ഏത് നേരവും ആളുകൾക്ക് നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. ഒരിക്കൽ ചതിക്കപ്പെടാം, 1 2 തവണ നമുക്കത് വിട്ടുകളയാം. പക്ഷെ അതിന് ശേഷം നിങ്ങൾ ഈ എനർജി പ്രകാരം നിങ്ങൾ വളരെ അലേർട്ടാണ്, നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുകയാണ്. ഭയമുണ്ട് നിങ്ങൾക്ക്, പക്ഷേ ഈ സാഹചര്യങ്ങളെ നിങ്ങൾക്കറിയാം. ആ അലേർട്ട്നെസ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ വേണ്ടെന്ന് വയ്ക്കണ്ട, അത് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റീസിനെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു തൻ്റെയിടം നിങ്ങൾ കാണിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് പേജ് ഓഫ് കപ്സ് ലഭിച്ചിട്ടുണ്ട്. അതായത് പേജ് ഓഫ് കപ്സ് പറയുന്ന അതാണ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തിരിച്ചറിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു മാനസികാവസ്ഥയിൽ നിങ്ങൾ നിൽക്കുന്നതുകൊണ്ട് നിങ്ങളുടെ മനസാക്ഷി, നിങ്ങളുടെ 6ാം ഇന്ദ്രിയം നിങ്ങൾക്ക് തരുന്ന നല്ല സൂചനകളെ പോലും സംശയത്തോടെ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ കാണാൻ കഴിയുന്നുള്ളൂ. ഒരു ഇമ്മച്വർ ആയിട്ടുള്ളൊരു ഫീൽ, ഒരു കൊച്ചുകുട്ടിയെ പോലെ വികാരഭരിതരായിട്ട് നിങ്ങൾ കാര്യങ്ങളെ നോക്കിക്കാണുന്നു. നിങ്ങളുടെ ആന്തരിക ശബ്ദത്തെ, സിംഹത്തെ മെരുക്കിയിരിക്കുന്ന, സിംഹത്തോടൊപ്പം മുന്നിട്ട് ഇറങ്ങി നിൽക്കുന്ന, നയിക്കുന്ന ഒരു ആളാണ് നിങ്ങൾ. പക്ഷേ
നിങ്ങൾ അത് മറന്നുപോയിരിക്കുന്നു. നിങ്ങൾ അത്രയും കരുത്തമായിട്ടുള്ള വ്യക്തിത്വത്തിനുടമയാണ് എന്ന കാര്യം തന്നെ, നിങ്ങളുടെ സ്വത്വം മറന്നുപോയിരിക്കുന്നു. നിങ്ങളുടെ ആന്തരിക ശബ്ദത്തെ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അതിനെ അവിശ്വസിക്കാൻ ഒരു ശക്തിയെയും നിങ്ങൾ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഹാങ്ഡ് മാൻ പറയുന്നത് ഇതൊക്കെ കാരണം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഒരു സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. ഈ ഭയം കാരണം നിങ്ങളുടെ ജീവിതം ഒരു ഹാങ്ങിങ് അവസ്ഥയിലാണ്, ഇപ്പോൾ തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ. ഒരു കാര്യത്തിലും തീരുമാനമെടുക്കാൻ കഴിയാതെ നിങ്ങൾ ഒരു സ്റ്റാഗ്നേഷൻ അനുഭവപ്പെട്ട് നിങ്ങൾ സ്തംഭിച്ചു നിൽക്കുന്നു എന്നാണ്. ചിലപ്പോൾ ഈ റീഡിംഗ് പോലും നിങ്ങൾ കാണുന്നത് മറ്റൊരു ആംഗിളിലൂടെ കാര്യങ്ങളെ കാണണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഭയമെല്ലാം മാറ്റിവെച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്കിതിൽ നിന്ന് പുറത്തു കടക്കാം. ചതി ഉണ്ടായിട്ടുണ്ടാവും, പല വിഷമവും ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചു വലിക്കുന്ന, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങൾ ആ കുടുംബത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവാം, നിങ്ങളുടെ ചുറ്റിനും അനുഭവപ്പെടുന്നുണ്ടാവാം. ഇതെല്ലാം തന്നെയാണെങ്കിലും നിങ്ങൾ എന്ത് വേണം? ആ സാഹചര്യത്തിനോട് പൊരുത്തപ്പെട്ട് ഞാൻ ഇനി അവിടെ കിടന്ന ആ നരകയാതന അനുഭവിച്ചോളാം എന്നാണോ നിങ്ങൾ ചിന്തിക്കേണ്ടത്? അങ്ങനെയല്ല. അതിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് വരാമെന്നുള്ള മനസ്സിന് ഒരു മാറ്റം നിങ്ങൾ ബോധപൂർവമായിട്ട് വരുത്തേണ്ടതുണ്ട്. ചിന്താഗതിയിൽ അങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിൽ പുതിയ നല്ല മാറ്റങ്ങളും അവസരങ്ങളും ഒക്കെ എന്തായാലും വരുന്നുണ്ട്. പക്ഷേ ഉള്ളിലുള്ള ഈ അസ്വസ്ഥത കാരണം നിങ്ങൾ കയ്യും കെട്ടി മടുപ്പോടെ ഇരിക്കുകയാണ്. നിങ്ങളുടെ മുന്നിലേക്ക് അവസരങ്ങൾ വരാത്തത് കൊണ്ടല്ല, നിങ്ങളുടെ ഉള്ളിലെ തീപ്പൊരി അണഞ്ഞു പോയത് കൊണ്ടുമല്ല, നിങ്ങളുടെ ഭയം കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാത്തത്. ബാക്കി എല്ലാ സാഹചര്യവും നിങ്ങളിലുണ്ട്, നിങ്ങളുടെ ചുറ്റിനുമുണ്ട്, അത് ശരിയാണ്. പക്ഷെ അതിനെ നേരിടാൻ കരുത്തയായിട്ടുള്ള അല്ലെങ്കിൽ കരുത്തനായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ ചെറിയ സാഹചര്യങ്ങളിൽ ഭയപ്പെട്ട് ഉള്ളിൽ കയറി പിന്തിരിഞ്ഞ് ഓടിപ്പോകുന്ന ഒരു സമീപനം ഒരു കാരണവശാലും നിങ്ങൾക്ക് യോജിച്ചതല്ല എന്നതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഈ കാർഡുകളെല്ലാം ആ ഒരു എനർജിയാണ് കൺവേ ചെയ്യുന്നത്. വരുന്ന അവസരങ്ങളെ സംശയത്തോടെ നോക്കുന്നത് നിർത്തിയിട്ട് നിങ്ങൾ അവയെ നിരസിക്കുന്നത് മതിയാക്കിയിട്ട് നിങ്ങൾ അതിലേക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ചെറിയ രീതിയിൽ ചെയ്യൂ. കൊട്ടിഘോഷിച്ച് ചെയ്യേണ്ട, ആരെയും അറിയിക്കേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കേണ്ട സാഹചര്യമുണ്ട്. ആ മടുപ്പ് അവസാനിപ്പിക്കണം. നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയം ആയി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു സാഹചര്യത്തിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഈ അസ്വസ്ഥത ഇനിയും തുടർന്നാൽ അത് സഹിക്കാൻ വയ്യാതെ നിങ്ങളുടെ സന്തോഷത്തെയെല്ലാം ഹനിച്ചുകൊണ്ട് നിങ്ങളെ സാഹചര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി പ്രേരിപ്പിക്കും. അപ്പോൾ സന്തോഷമില്ല, വൈകാരികമായ ബന്ധങ്ങളില്ല, എല്ലാം വിട്ടെറിഞ്ഞ് എങ്ങോടെങ്കിലും പോകണമെന്നൊരു തോന്നൽ, ഈ ഭയം നിങ്ങളെ തോന്നൽ നിങ്ങൾക്ക് ഈ ഭയത്തിൻ്റെ ആധിക്യം കൊണ്ട് ഉണ്ടാകാം. അതുകൊണ്ട് നിങ്ങൾ എന്താണ് വേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നിങ്ങൾ അത്രയും കരുത്തുള്ള ഒരു വ്യക്തിയാണ്. സാഹചര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിന് പകരം അതിനെ നേരിടാൻ പ്രാപ്തമായിട്ടുള്ള ഒരു കരുത്ത് നിങ്ങളിലുണ്ട്. ആ കരുത്തിനെ ഉണർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ, നിങ്ങൾ ആക്ഷൻ എടുത്താൽ, മുന്നിൽ വരുന്നിരിക്കുന്ന അവസരങ്ങളിലേക്ക് കണ്ണടയ്ക്കാതിരുന്നാൽ മാത്രം മതി. നിങ്ങൾ ഹാപ്പിനെസ്സിലേക്കാണ് പോകാൻ പോകുന്നത്. സുഹൃത്തുക്കളുടെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റിയ, നിങ്ങളോട് താല്പര്യമുള്ള ആളുകളോടൊപ്പമോ നിങ്ങൾ ഒന്ന് പുറത്തൊക്കെ പോവുക. ഈ ഭയത്തിൻ്റെ ഒരു ആധിക്യം കുറക്കാൻ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? ഒരു കൂട്ടായ്മകളിൽ ചിലപ്പോൾ പറ്റും. ഒന്നിലും പോകുന്നില്ല, അവനവനിലേക്ക് തന്നെ ഒതുങ്ങി കൂടി നിങ്ങൾ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഒന്നിനും മനസ്സ് തുറക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങൾ എവിടെയുണ്ടെങ്കിലും, ആൾക്കൂട്ടത്തിലാണെങ്കിലും തനിച്ചാണ് എന്നൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒറാക്കിൾ കാർഡിലൂടെ നമുക്ക് നോക്കാം. കാളിയമ്മ എന്താണ് നമുക്കതിന് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ കണ്ടതുപോലെ ഒരു ഒത്തൊരുമയിലേക്ക്, ഒരു സന്തോഷത്തിലേക്ക് നിങ്ങൾ എന്തായാലും വരും എന്നുള്ളതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നൊരു ഔട്ട്കം. ഇപ്പോൾ നിങ്ങൾ സന്തോഷിക്കാതെ ഇവിടെ നിങ്ങൾ ആ കൂട്ടായ്മകളിലൊക്കെ ആണെങ്കിലും ഒരു മ്ലാനതയാണ് മുഖത്ത്, ഒറ്റപ്പെട്ട ഒരു ഫീലാണ് നിങ്ങൾക്ക്. അതിനൊരു മാറ്റം നിങ്ങൾക്ക് എന്തായാലും വരുമെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് കാളിയമ്മ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്ന് മാറ്റം വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് കാളിയമ്മ പറയുന്നത് നമുക്ക് നോക്കാം. അതിനു മുൻപായിട്ട് ഒരു കാര്യം കൂടി, നമ്മൾ ഇത്രയും നോക്കിയതിൽ പുറമേ നിന്നുള്ള വ്യക്തികളുടെ ചതികളോ വീട്ടിലുള്ള ആളുകളുടെ പീഡനമോ കടുത്ത നിയമങ്ങളോ ആ ചട്ടക്കൂടിനുള്ളിൽ കിടന്ന് വീർപ്പുമുട്ടുന്നൊരവസ്ഥയിലേക്ക്, ആരെയും വിശ്വസിക്കാത്തൊരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. യെസ്, 10 of Wands അത് തന്നെയാണ്. ആ ഭാരം
താങ്ങാനാവാതെ നിങ്ങൾ അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് കൺഫേം ചെയ്തു. അതാണ് നിങ്ങളുടെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവുണ്ടാക്കിയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലായി. നിങ്ങൾ എന്ത് ചെയ്താൽ ആ ഭയം മാറും? ഡെവിൾ എനർജി പറയുന്നത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ടോക്സിക് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരണം എന്നുള്ളതാണ്. ആ ബന്ധനങ്ങളെ തിരിച്ചറിയണം. തർക്കങ്ങളിൽ ഏർപ്പെടാതെ ആയുധം വെച്ച് പിന്മാറി ഒരു റെസ്റ്റ് എടുക്കേണ്ട, സമാധാനം പാലിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തണം. നിങ്ങൾ ഇനി ആരോടും തർക്കത്തിന് പോകാൻ നിൽക്കരുത്. നിങ്ങൾ അത്രയും ടയേർഡാണ്. ഇവിടെ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായ വഞ്ചന, റോസാപ്പൂക്കളാണ് ഇവിടെ കൊഴിഞ്ഞു കിടക്കുന്നത്. കയ്യിൽ ചുറ്റിനും ആയുധങ്ങളുണ്ട്, കയ്യിലും ഒരെണ്ണമുണ്ട്. കാരണം ഏത് സമയവും കയ്യിലൊരു റോസാപ്പൂവിൻ്റെ ചെണ്ടും ഇരിക്കുന്നുണ്ട്. ഏത് സമയവും ആക്രമിക്കപ്പെടുമോ എന്ന ഭയത്താലാണ് നിങ്ങൾ കിടക്കുന്നത്. റെസ്റ്റ് എടുക്കുമ്പോൾ പോലും ഒരു ഡിഫെൻസ് എടുത്തുകൊണ്ട്, ഒരു പ്രതിരോധം സൂക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ എന്ത് നടപടിയെടുത്ത്, അതായത് ഈ ഡെവിളായിട്ടുള്ള സാഹചര്യമുണ്ട്, കടുത്ത ഭാരം നിങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. വീട്ടിലുള്ള സാഹചര്യങ്ങൾ, നിങ്ങളെ ചതിച്ച ആളുകൾ, ഇവരെല്ലാം, കടുത്ത നിയമങ്ങൾ നിങ്ങൾക്ക് അടിച്ചേൽപ്പിക്കുന്ന ആളുകളെല്ലാം കാരണം നിങ്ങൾ കേൾക്കേണ്ടി വരുന്ന സമ്മർദ്ദത്തെ ഇവിടെ പറയുന്നുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും പ്രതിരോധം, അതായത് ഒരു സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് കിടക്കേണ്ട ഒരു സാഹചര്യം പറയുന്നുണ്ട്. തർക്കങ്ങൾ ഉണ്ടാകുന്നതായിട്ട് പറയുന്നുണ്ട്. 2 of Wands, ഇതിൽ നിന്ന് പുറത്തു വരാൻ കണ്ടോ, ഈ ഒരു ഡ്രാഗൺ പോലെ നിങ്ങളെ വരിഞ്ഞു മുറുക്കി നിൽക്കുന്നതിനെ മെരുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മുന്നിലേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു ഗ്ലോബാണ് കാണുന്നത്. നിങ്ങൾക്കതിനെ മെരുക്കി നിങ്ങളുടെ പുതിയ ചക്രവാളങ്ങൾ തേടാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ ഭയം ഡീപ്പ് റൂട്ടഡ് ആയിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾക്ക് ഏൽക്കപ്പെട്ടിരിക്കുന്ന ആ മുറിവ് ഉണ്ടാക്കിയിരിക്കുന്ന ആളുകൾ, ഡെവിൾ എനർജീസ് ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന പ്രതിരോധം മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുണ്ടാക്കുന്ന ആ ഭയത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് നേരിടാൻ വേണ്ടിയിട്ട് സാധിക്കുക? ടെമ്പറൻസ്, ഒരു ബാലൻസ് ആയിട്ടുള്ള ഒരു ബ്ലെൻഡിങ് ആണ് കാണിക്കുന്നത്. ഈ ബട്ടർഫ്ലൈ ലവിനെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സാഹചര്യങ്ങളിൽ നിന്നും വിട്ടുപോകണമെന്നല്ല പറയുന്നത്. നിങ്ങളുടെ വിവേകത്തെയും സ്നേഹത്തെയും നിങ്ങളൊന്ന് ബ്ലെൻഡ് ചെയ്ത് ബുദ്ധിപരമായിട്ട്, തന്ത്രപരമായിട്ട് ഈ സാഹചര്യത്തെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഡെവിൾ എനർജിയാണ് ഉള്ളത്, നിങ്ങളെ മെരുക്കിക്കൊണ്ട് നിങ്ങളുടെ കൂടെ ഉള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഒറ്റയടിക്ക് ഇട്ടെറിഞ്ഞിട്ട് 8 of Cups പോലെ നിങ്ങൾ അങ്ങോട്ട് പോയി കളയുകയല്ല വേണ്ടത്. നിങ്ങൾ പ്ലാൻ ചെയ്ത് തന്ത്രപരമായി സാഹചര്യങ്ങളെ ബാലൻസ് ചെയ്തുകൊണ്ട് ആ ഡെവിൾ എനർജിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കണം. എന്തവസരമായിരിക്കും അങ്ങനെ നിങ്ങൾ ചെയ്താൽ വരാൻ പോകുന്നത്? വിജയമാണ് വരാൻ പോകുന്നത്. 6 of Wands. വേറെ ഒന്നുമില്ല ഇനി അതിൽ പറയാൻ. അപ്പോൾ ബാലൻസ് ചെയ്യുക, തർക്കത്തിനൊന്നും പോകണ്ട. നിങ്ങൾ റെസ്റ്റ് എടുക്കുക, കാര്യങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്ത് ഭാവിയെ ഒന്ന് പ്ലാൻ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ വിജയമാണ് നിങ്ങൾക്ക് വരുന്നത് എന്നാണ് പറയുന്നത്. ഈ ഡെവിൾ എനർജി എന്ന് പറയുന്നത് വീട്ടിലെ മോശം സാഹചര്യം, നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന നിയമം എന്നൊക്കെ പറയുന്നത് മാറ്റം വരുന്ന ഒന്നാണ്. 4 of Pentacles. ആ സാഹചര്യത്തെ, അതിനെ നിങ്ങളാണ് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. മാറ്റത്തിന് തയ്യാറാവാതെ പിടിച്ചു വെച്ചിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. നിങ്ങൾ മാറ്റത്തിന് തയ്യാറായാൽ സ്വാഭാവികമായിട്ടും അതിനൊരു മാറ്റം വരും. നിങ്ങൾ ആക്ഷൻ എടുത്താൽ മതിയാകുമോ? 2 of Swords. നിങ്ങളിപ്പോൾ രണ്ടിലൊന്ന് തീരുമാനിക്കാൻ പറ്റാതെ കണ്ണ് കെട്ടിയിട്ട് നിൽക്കുകയാണ്, ഒരേപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട്. നിങ്ങളെയും നിങ്ങളെ ദ്രോഹിക്കുന്ന ആ ഡബിൾ എനർജിയെയുമാണ് ഇതിവിടെ പ്രതിനിധീകരിക്കുന്നത്. ഈ കണ്ണിലെ കെട്ടഴിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ചെയ്താൽ, ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ 6 of Wandsൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രയാസമില്ലാതെ, അതായത് ഇനിയൊരു ചതി നേരിടേണ്ടി വരാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമോ? 9 of Wands.
ഒരുപാട് പ്രയാസങ്ങൾക്ക്, അതായത് ഇവിടെ 10 of Wands നമ്മൾ കണ്ടല്ലോ, ഈ ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് വരുമ്പോഴും വിജയിയായിട്ട് അവിടെയും ഒരു സിംഹത്തെ നമ്മൾ കാണുന്നുണ്ട്, കണ്ടോ? അപ്പോൾ ഇവിടെ നിങ്ങളുടെ മനസ്സിൻ്റെ വികാരങ്ങളെയൊക്കെ നിങ്ങൾ മെരുക്കിക്കൊണ്ട് ഇരിക്കുന്നൊരു സ്ത്രീയാണ്. ക്യൂൻ ഓഫ് വാൺസ് ആണ് നിങ്ങൾ. ഓൾറെഡി നേരത്തെ തന്നെ ആയിരുന്നു. ആ എനർജിയിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചിട്ടില്ല. മാനസിക സംഘർഷത്തിലൂടെയാണെങ്കിലും നിങ്ങൾ തോറ്റുകൊടുക്കാൻ തയ്യാറാവാതിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് പോരാടി തളർന്ന സാഹചര്യത്തിലും വിജയിച്ചു നിൽക്കുന്ന ഒരു ആളെയാണ് ഈ സിംഹത്തോടൊപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സാഹചര്യങ്ങളെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിനുള്ള ആക്ഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഇവിടെ കാർഡുകൾ സൂചിപ്പിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് കാളി അമ്മ നൽകുന്ന നിർദ്ദേശം എന്ന് നോക്കാം. മോക്ഷകാളി, മന്ത്രശക്തി, നിത്യകാളി. ഓക്കെ, നമുക്കിവിടെ ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്നത് കാളി ഒറാക്കിൾ ഡെക്കിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മോക്ഷ ഓഫ് കാളി എന്ന മെസ്സേജാണ്. അതായത് മോക്ഷം എന്നാൽ എല്ലാത്തരം ബന്ധനങ്ങളിൽ നിന്നും, ഭയങ്ങളിൽ നിന്നും, തെറ്റിദ്ധാരണകളിൽ നിന്നുമുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് മോക്ഷം. എല്ലാ ബന്ധനങ്ങളിൽ നിന്നുമുള്ള മോചനം. അപ്പോൾ നമ്മളവിടെ നേരത്തെ കണ്ടു ഡബിൾ എനർജിയെ. അതുപോലെ നിങ്ങളെ കെട്ടിയിടുന്ന, വരിഞ്ഞു മുറുക്കുന്ന സാഹചര്യങ്ങളെ കണ്ടു. അതിനോട് നന്നായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു മെസ്സേജാണിത്. കാളിയമ്മ തൻ്റെ ഭക്തരെ അനാവശ്യമായ ഭാരങ്ങളിൽ നിന്ന് മോചിപ്പിക്കും എന്നതാണ് ഈ കാർഡിൻ്റെ പ്രധാന സന്ദേശം. ഇവിടെ നിങ്ങളുടെ മനസ്സ് വല്ലാതെ, അതായത് ഇത്ര നാൾ നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിയിരുന്ന ആ അകാരണ ഭയത്തിൽ നിന്നും, ഭൂതകാലത്തിലെ ചതികളുടെ ഓർമ്മകളിൽ നിന്നും നിങ്ങൾ ഫ്രീ ആകാൻ പോകുന്ന, മോചിതരാകാൻ പോകുന്ന ഒരു സമയമാണിത്. കാളിയമ്മ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നെഗറ്റീവ് എനർജി ബ്ലോക്കുകളെയും അറുത്തു മാറ്റാൻ തയ്യാറായി നിൽക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്. നിങ്ങളെ വിഷമിപ്പിക്കുന്ന പഴയ കാര്യങ്ങളെ പൂർണ്ണമായി ലെറ്റ് ഗോ ചെയ്യാൻ, വിട്ടുകളയാൻ മനസ്സുകൊണ്ട് തയ്യാറാവുക. പൂർണ്ണമായിട്ടും കാളിയമ്മയുടെ കാൽപാദങ്ങളിൽ ശരണഗതി പ്രാപിക്കുക. നിങ്ങൾ മനസ്സിൽ ഉറച്ചു വിശ്വസിക്കേണ്ടതായ കാര്യം, എൻ്റെ എല്ലാ ഭയങ്ങളെയും സങ്കടങ്ങളെയും ഞാൻ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിൽ പറയുക. വ്യത്യസ്തങ്ങളായ റിലീജിയസ് പ്രാക്ടീസസ് ഉള്ള ആളുകളുണ്ടാവും. ഞാനിവിടെ പറയുന്ന പ്രാക്ടീസ് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നുള്ളതല്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയിൽ പൂർണ്ണമായി വിശ്വസിക്കുക, യൂണിവേഴ്സിനെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ അസ്വസ്ഥത മാറി നിങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക്, മോക്ഷത്തിലേക്ക് പ്രവേശിക്കുമെന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ കാളിയമ്മ നൽകിയിട്ടുള്ള നിർദ്ദേശം. അടുത്തത് മന്ത്രശക്തിയാണ്. മന്ത്രശക്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ പ്രാർത്ഥിക്കുന്ന മന്ത്രങ്ങളെ പറ്റി നിങ്ങൾക്കറിയാം. മനസ്സിൽ പറയുന്ന, നമ്മൾ ഉരുവിടുന്ന നമ്മുടെ മതവിശ്വാസം അനുസരിച്ചിട്ടുള്ള ടെക്സ്റ്റുകളുണ്ടാവും, ശ്ലോകങ്ങളുണ്ടാകും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവുമല്ലോ. അതിനെയാണ് ഇവിടെ നിങ്ങൾ കണക്കിലെടുക്കേണ്ടത്. മന്ത്രങ്ങൾ എന്ന് പറയുന്നത് വെറും വാക്കുകളല്ല. അവ നിങ്ങളുടെ ശരീരത്തിലെയും മനസ്സിലെയും നെഗറ്റീവ് ഊർജ്ജങ്ങളെ ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള ആത്മീയ ആയുധങ്ങളാണ്. നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ആ കറുത്ത ശക്തി നിങ്ങളുടെ സ്വന്തം നെഗറ്റീവ് ചിന്തകളും വാക്കുകളുമാണെന്ന് നമ്മളിവിടെ കണ്ടു. അതിന് ഇടയാക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ട്. ആ നെഗറ്റീവ് എനർജി ബ്ലോക്കിനെ തകർക്കാൻ മന്ത്രശക്തിക്ക് കഴിയുമെന്നാണ് പറയുന്നത്. നിങ്ങൾ അറിയാതെ പോലും നിങ്ങളുടെ ഉള്ളിലേക്ക് ഭയത്തിൻ്റെ വാക്കുകൾ വരരുത്. എനിക്ക് സ്ട്രെസ്സാണ്, എനിക്ക് പേടിയാണ്, എനിക്ക് അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് വാക്കുകൾ പോലും നിങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ കാളിയമ്മയെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ദിവസവും കാളി മന്ത്രങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് പോസിറ്റിവിറ്റി തരുന്ന മന്ത്രങ്ങളോ പ്രാർത്ഥനയോ ഉരുവിടുകയോ കേൾക്കുകയോ ചെയ്യുക. ഇത് നിങ്ങളുടെ ഉള്ളിലെ ഭയത്തിൻ്റെ ആ കറുത്ത ഊർജ്ജത്തെ മാറ്റി പോസിറ്റീവ് എനർജി നിറയ്ക്കും. നിങ്ങളുടെ വാക്കിനും ചിന്തയ്ക്കും ഇപ്പോൾ വലിയ ശക്തിയുണ്ട്. അത് പോസിറ്റീവായിട്ട് മാത്രം ഉപയോഗിക്കുക. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും, എനിക്ക് ടെൻഷനാണ്, എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, എനിക്ക് അങ്ങനെയുള്ള ഒരു കടുത്ത വാക്കുകളാണ് അതൊക്കെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കുകയാണ്.
ഇത് നമ്മൾ വെറുതെ പറയുന്നതായിരിക്കും, പക്ഷെ ആ വാക്കുകൾക്ക് വലിയൊരു ശക്തിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് എതിരായിട്ട് വരുന്ന രീതിയിലേക്ക് നമ്മൾ പ്രയോഗിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ എപ്പോഴും ആ ഒരു നെഗറ്റീവ് എനർജിയിൽ ഇരിക്കുന്നുണ്ട്, ബോധപൂർവം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്നാണ് ഇവിടെയുള്ള നിർദ്ദേശം. അവസാനമായിട്ട് നമുക്ക് കാളിയമ്മ നൽകിയിരിക്കുന്നത് നിത്യകാളി, നിത്യമായ ശാന്തിയും ആശ്വാസവും നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് കാളിയമ്മ നിങ്ങളെ എത്തിക്കാൻ വേണ്ടി പോകുന്നു. യൂണിവേഴ്സിൽ, പ്രപഞ്ചത്തിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടായാലും മാറാതെ നിൽക്കുന്ന ശാശ്വതമായ സത്യമാണ് നിത്യകാളി. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വലിയൊരു പരിവർത്തനം നടക്കുകയാണ്. നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകുന്നത് നിങ്ങളുടെ പഴയ ചിന്തകൾ പുതിയ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ മടിക്കുന്നത് കൊണ്ടാണ്. കാളിയമ്മ നിങ്ങളോട് പറയുന്നത് ഭയപ്പെടേണ്ട, നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന തകർച്ചകൾ യഥാർത്ഥത്തിൽ പുതിയൊരു നിർമ്മിതിക്ക് വേണ്ടിയുള്ളതാണെന്നാണ് കാളിയമ്മ നിങ്ങളോട് പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തകർച്ചയും എന്ത് വിശ്വാസവഞ്ചനയും എന്ത് നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിലും അത് ഉണ്ടാക്കിയത് കാളിയമ്മയുടെ അറിവോടുകൂടിയാണ്. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഞാനിവിടെ ഉണ്ട് എന്നാണ് അമ്മ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തെ പ്രപഞ്ചത്തിൻ്റെ ഒഴുക്കിനെ അങ്ങോട്ട് വിട്ടുകൊടുക്കുക. യൂണിവേഴ്സ് അറിയാതെ ഒന്നും ഇവിടെ നടക്കുന്നില്ല. ഒരു കുഞ്ഞ് അമ്മയുടെ മടിയിൽ കിടക്കുമ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സുരക്ഷിതത്വം ഉണ്ടല്ലോ, നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരിക. കുട്ടിയെ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോകുമ്പോൾ അത് നിർബന്ധമായിട്ടും ഇഞ്ചക്ഷൻ എടുക്കണമല്ലോ. ജനിച്ചു കഴിഞ്ഞാൽ വളരെ കുഞ്ഞ് ആദ്യ ദിവസങ്ങളിൽ തന്നെ, തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെയൊക്കെ വാക്സിനേഷൻ എടുക്കേണ്ടി വരും. അത് കുട്ടിയെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ചില വേദനകൾ ഉണ്ടാക്കുമെങ്കിലും ചില കാര്യങ്ങൾ ആവശ്യമാണ്. അത് നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അത് അമ്മ നൽകുന്നതാണ്. അമ്മ നൽകുന്നത് ഒരിക്കലും നമുക്കൊരു ശിക്ഷയല്ല. അത് നമുക്ക് അന്ന് മനസ്സിലായില്ലെങ്കിലും, നമ്മൾ വേദനയെടുത്ത് കരഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഒരിക്കൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്ക്, ഒരു സന്തോഷത്തിലേക്ക് നമ്മളെത്തും. അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്കത് അനുഭവപ്പെടുക. നമ്മൾ കുറേ കൂടി വളരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. എന്നതുപോലെ തന്നെ ഒരു അമ്മയുടെ കയ്യിലിരിക്കുന്ന, അമ്മയുടെ മടിയിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സുരക്ഷിതത്വം, അമ്മ കൂടെ ഉള്ളപ്പോൾ ഉണ്ടാകുന്നൊരു സുരക്ഷിതത്വം, ആ സുരക്ഷിതത്വത്തിലാണ് നിങ്ങളുള്ളതെന്ന് വിശ്വസിക്കാനാണ് ഇവിടെ കാളിയമ്മ പറയുന്നത്. എല്ലാ ദിവസവും നിങ്ങൾ കുറച്ച് സമയം പൂർണ്ണമായിട്ടുള്ള ഒരു നിശബ്ദതയിൽ, മെഡിറ്റേഷനിൽ ഇരിക്കുക. മനസ്സ് ശാന്തമായിട്ട് വരും. മനസ്സിൻ്റെ ഉള്ളിൽ ആദ്യത്തെ ദിവസം തന്നെ കാമായിട്ടുള്ള, കംപ്ലീറ്റ് തോട്ട്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഒരു മൈൻഡൊന്നും വരില്ല. നമ്മൾ പതുക്കെ ആദ്യപടി എന്ന രീതിയിൽ മെഡിറ്റേഷൻ്റെ ആദ്യ പാഠങ്ങൾ എന്ന കാര്യങ്ങൾ നമുക്ക് യൂട്യൂബിലൊക്കെ ഒരുപാട് അവൈലബിൾ ആണല്ലോ. ഏതെങ്കിലും എടുത്തു വയ്ക്കുക. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷൻ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും അതിനേക്കാൾ സ്ലോ ആയിട്ടുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുന്നതും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. അതിനെ മനസ്സിൽ കൗണ്ട് ചെയ്യുക. കുറേ കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു പ്രോസസ്സിൽ ഇരിക്കുകയാണെന്ന് പോലും അറിയാതെ നമ്മളിങ്ങനെ അതിലേക്ക് ലയിച്ചു പോകും. ആ ഒരു അവസ്ഥയിൽ കുറച്ച് നേരം ഇരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അത് ആദ്യത്തെ പടിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. എല്ലാം നിങ്ങളുടെ ഒരു കൺട്രോളിലേക്ക് വരും. നിങ്ങൾക്ക് സംഭവിക്കുന്നതെല്ലാം കാളിയമ്മയ്ക്ക് അറിയാം. നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു മാനസിക വിഷമത്തിന് കാരണവും അമ്മയ്ക്കറിയാം. അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴിയും അറിയാം. ആ വഴിയാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള എനർജിയും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടുവരേണ്ട പോസിറ്റീവ് ആയിട്ടുള്ള ഊർജ്ജവും അതുപോലെ തന്നെ മന്ത്രശക്തിയുടെ പോസിറ്റീവ് ഊർജ്ജവും അമ്മ നൽകുന്ന മോക്ഷവും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ആ ഒരു പ്രോസസ്സിലേക്ക് നിങ്ങൾ കടന്നാൽ മാത്രം മതി. ധൈര്യമായിട്ട് ഇനി ഒന്നും നെഗറ്റീവായിട്ട് സംഭവിക്കാനില്ല എന്ന വിശ്വാസത്തോടെ എന്ത് സംഭവിച്ചാലും, എന്ത് കാര്യം ഉണ്ടായാലും നിങ്ങൾ വീണു പോവില്ല. കൂടെ അമ്മയുണ്ട്, ദൈവമുണ്ട്, ദൈവികമായ ഒരു എനർജി ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. മറ്റൊരു റീഡിങ്ങുമായിട്ട്, മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.